Now we have problems of the form integral f of x sin ax or integral 0 to infinity or minus infinity to infinity f of x into sin ax or f of x into cos ax. In this case, we consider the integral f of x e raised to I ax dx, where എഫ് ഓഫ് എക്സ് സൈൻ എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഫോമിലുള്ള ഒരു ഇൻ്റഗ്രൽ കാണാൻ പറഞ്ഞാൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയിരിക്കും. ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ 0 ടു ഇൻഫിനിറ്റിയോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഇൻ്റഗ്രൽ കാണാൻ പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എ എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ് എക്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ സെഡ് ആൾസോ. സോ അങ്ങനെയുള്ള ഈ രണ്ട് ഫോമിൽ വന്നാൽ നമ്മൾ ജനറലായിട്ട് കാണേണ്ടത് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ എ എക്സ് ആണ്. കാരണം ഇ റേസ് ടു ഐ എ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് എ എക്സ് പ്ലസ് ഐ സൈൻ എ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു ഐ എ എക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് നമുക്ക് കണ്ടത് എഫ് ഓഫ് എക്സ് കോസ് എ എക്സ് ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഇതിൻ്റെ റിയൽ പാർട്ട് കണ്ടാൽ മതി. എഫ് ഓഫ് എക്സ് സൈൻ എ എക്സ് ആണെങ്കിൽ ഇമാജിനറി പാർട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻ്റഗ്രൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എത്തുകയും ചെയ്യാം. അങ്ങനെ ആണ് ഇത് ജനറലായിട്ട് ചെയ്യാം. സോ വി കൺസിഡർ ദ ജനറൽ കേസ് ദറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഇ റേസ് ടു ഐ എ സെഡ് ഓർ എക്സ് ഡി സെഡ്, വേർ ഈ എഫ് ഓഫ് സെഡിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് ഫോമിലാണ്. പിയും ക്യൂവും പോളിനോമിയൽസ് ആണ്, ഹാവിങ് നോ കോമൺ ഫാക്ടേഴ്സ്, and degree of q of z is greater than degree of p of z. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിനേക്കാൾ കൂടുതലായിരിക്കണം. ആൻഡ് q of z has real roots. q of zന് റിയൽ റൂട്ട്സിൽ റിയൽ ലൈനിൽ റൂട്ടുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എടുക്കേണ്ടത് നമ്മളൊരു പർട്ടിക്കുലർ പാത്ത് എടുക്കും. റിയൽ ലൈനിൽ റൂട്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണോ റൂട്ടുള്ളത് അവിടെ നമ്മളൊരു സ്മോൾ സർക്കിൾ കൊടുക്കും. സോ ഒരു സപ്പോസ് ദാറ്റ് 0-ലാണ് റൂട്ടുള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ 0-ൽ നമ്മളൊരു 0 സെൻറ്ററായിട്ടൊരു സെമി സർക്കിൾ എടുക്കും. 0 സെൻറ്ററായിട്ടൊരു സെമി സർക്കിൾ. ദെൻ അതിന് നമ്മൾ റോ എന്ന റേഡിയസ് കൊടുത്താൽ ഇവിടെ മൈനസ് റോ, ഇത് പ്ലസ് റോ. ഇനി ഇതേ 0 സെൻറ്ററായിട്ട് തന്നെ വേറൊരു റേഡിയസിൽ വേറൊരു സെമി സർക്കിൾ എടുക്കും. ദാറ്റ് ഈസ് ഒരു ക്യാപിറ്റൽ ആർ റേഡിയസിൽ. ദെൻ അതിനെ രണ്ട് ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് യോജിപ്പിക്കും, -r. അപ്പോൾ ഇതാണ് റിയൽ ലൈന്. അതിൽ നമ്മൾ രണ്ട് സർക്കിൾസ് എടുത്തു. എവിടെയാണോ സിംഗുലാരിറ്റി ഉള്ളത് എഫ് ഓഫ് സെഡ്, അതായത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് ആണ്. അതിന് ക്യൂ ഓഫ് സെഡിന് റൂട്ട് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് സെഡിൻ്റെ സിംഗുലാരിറ്റീസ് ആണ്. അവിടെ എഫ് ഓഫ് സെഡ് ഡിഫൈൻഡ് ആവില്ല ക്യൂ ഓഫ് സെഡ് 0 ആവുന്ന കേസിൽ. അത് റിയൽ ലൈനിലാണ് ക്യൂ ഓഫ് സെഡിൻ്റെ സീറോസ് എന്നാണ് പറഞ്ഞത്. സോ എവിടെയാണോ ആ 0 റൂട്ടുള്ളത്, അത് നമ്മൾ 0-ലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം ആ മൈനസ് റോ പ്ലസ് റോ ഒക്കെ ഡിസ്റ്റൻസ് എടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം റോ റേഡിയസുള്ള ഒരു സർക്കിളും പിന്നെ ആർ റേഡിയസുള്ള ഒരു സർക്കിൾ എടുത്തു, ഡയറക്ഷൻ കൊടുത്തു. അപ്പോൾ ഈ 0 ഈ സർക്കിളിനെ നമ്മൾ 0 എന്ന് വിളിച്ചു, ഈ സർക്കിളിനെ CR എന്ന് വിളിച്ചു. CR ആൻറ്റി ക്ലോക്ക് വൈസിലും 0 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിലും ആയിരിക്കും. രണ്ട് ലൈൻ സെഗ്മെൻറ്റുകൾ L1-ഉം L2. അപ്പോൾ നമുക്കൊരു പാത്ത് കിട്ടും L1 പ്ലസ് CR പ്ലസ് L2 പ്ലസ് 0. പാത്തിനെ നമ്മൾ ഗാമ എന്ന് വിളിച്ചു. അപ്പോൾ ഈ ഗാമയുടെ ഉള്ളിൽ ഇനി ഇതിന് വേറെ സിംഗുലാരിറ്റീസ് ഉണ്ടാവില്ല. കാരണം സിംഗുലാരിറ്റി ഉള്ളിടത്താണ് നമ്മൾ ചെറിയൊരു സർക്കിൾ കൊടുത്തത്. ഇനി രണ്ട് സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് സർക്കിൾ കൊടുക്കും. അപ്പോൾ പാത്തിൻ്റെ കൂടെ പാത്ത് ഇങ്ങനെയായി മാറും. ഒരു 0-യും ഒരു 0-1-ഉം ഒരു 0-2 ഉണ്ടാവും. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഗാമയുടെ ഉള്ളിലും എഫ് ഓഫ് സെഡിന് വേറെ, നമുക്ക് തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഇ റേസ് ടു ഐ എ സെഡിന് വേറെ സിംഗുലാരിറ്റീസ് ഇല്ല. സോ എഫ് ഓഫ് സെഡ് ഇ റേസ് ടു ഐ എ സെഡ് ഈസ് analytic inside and on gamma. Therefore integral over gamma f of z e raised to I a z equal to 0 ആയിരിക്കും. അപ്പോൾ ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ L1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ L2 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ CR പ്ലസ് ഇൻ്റഗ്രൽ ഓവർ 0 ഈക്വൽ ടു 0. കാരണം ഗാമ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും.
ഇനി ഇതിൽ നമ്മൾ ഓരോന്നിലും കണ്ടീഷൻ കൊടുക്കും. ഇനി ആദ്യം L1ൻ്റെ ഇക്വേഷൻ, സീറോയും CRും സർക്കിൾസാണ്, അതിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. L1ൻ്റെ L2ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ L1 എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെൻ്റാണ്, റോ മുതൽ R വരെയാണ്. ഇനി L1 എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ്, ഇവിടെയാണല്ലോ നമ്മുടെ ആക്സിസ് വരിക, പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ജനറലായിട്ട് നമ്മൾ Z=R e⁻⁴ എന്നാണ് എഴുതുക. അപ്പോൾ L1ൻ്റെ സെഡിൻ്റെ ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ R × e⁻⁴ പോസിറ്റീവ് എക്സ് ആക്സിസിലെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. പോസിറ്റീവ് എക്സ് ആക്സിസിലെ ആർഗ്യുമെൻ്റ് 0 ആണ്. സോ e⁻I0 എന്ന് വരും, ദാറ്റ് ഈസ് R. ആണ് L1ൻ്റെ ഇക്വേഷൻ. ഇനി L2ൻ്റെ കേസിൽ Z=R e⁻⁴ എന്ന് വരുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് L2 ഉള്ളത്, അതിൻ്റെ എന്ത് വരും, പൈ ആണ് ആംഗിൾ. അപ്പോൾ R e⁻I⁻, ദാറ്റ് ഈസ് e⁻I⁻ എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക, cos π + I sin π -1, ദാറ്റ് ഈസ് -R. അപ്പോൾ L1ൻ്റെ ഇക്വേഷൻ ആറും L2ൻ്റെ -R ആണ്. സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് f(z) e⁻⁴ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിൽ സെഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ L1ൽ R ആണ്, L2ൽ അത് -R ആണ്. ലിമിറ്റ് L1ൽ റോ മുതൽ R വരെ, L2ൽ ഇതാണ് ഡയറക്ഷൻ, അപ്പോൾ -R മുതൽ -ρ വരെ. ഇനി ബാക്കിയുള്ള, അപ്പോൾ ഈ L1ൻ്റെ L2ൻ്റെ ഇൻറ്റഗ്രേഷൻ അങ്ങനെ ചെയ്യാം. ഇനി CRും CRോയും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാത്ത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഈ 0 മാത്രമേ നമ്മുടെ, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ സീറോൻ്റെ സെൻറ്റർ, C⁻ എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ, അവിടെ മാത്രമേ നമുക്ക് എന്തുള്ളൂ, സിംഗുലാരിറ്റി ഉള്ളൂ. അപ്പോൾ ഈ പാത്ത് എന്ന് പറഞ്ഞാൽ റോ ഇങ്ങനെ 0യിലേക്ക്, അതായത് റോയുടെ ഡിസ്റ്റൻസ് -ρയും റോയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. അതുപോലെ ഈ R എന്ന് പറയുന്നത് കൂടിയിട്ടും വരണം. ദാറ്റ് ഈസ് രണ്ട് തരം ലിമിറ്റാണ് നമ്മൾ എടുക്കുക, റോ ടെൻസ് ടു 0യും R ടെൻസ് ടു ∞. അപ്പോൾ L1ൻ്റെ ലിമിറ്റ് നമ്മൾ പറഞ്ഞു റോ മുതൽ R വരെ എന്ന് പറഞ്ഞു. അപ്പോൾ L1ൽ നമ്മൾ രണ്ട് ലിമിറ്റും കൊടുക്കും, റോ ടെൻസ് ടു 0യും R ടെൻസ് ടു ∞ കൊടുക്കും, L2ലും കൊടുക്കും. ഇനി C⁻ എന്ന് പറഞ്ഞ സർക്കിളിൽ, സെമി സർക്കിളിൽ റോനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ റോ ടെൻസ് ടു 0 എന്ന് കൊടുക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C⁻ കാണാണ്ടാവും നമുക്ക്, f(z) e⁻⁴ dz. അവിടെ നമ്മൾ കൊടുക്കുന്ന ലിമിറ്റ് റോ ടെൻസ് ടു 0 ആണ്. അതുപോലെ ഇൻ്റഗ്രൽ ഓവർ CR കാണാണ്ടാവും, f(z) e⁻⁴ dz. അവിടെ കൊടുക്കുന്ന ലിമിറ്റ് ക്യാപിറ്റൽ R ടെൻസ് ടു ∞ ആണ്. ഇതിൽ ലിമിറ്റ് R ടെൻസ് ടു ∞, CR f(z) e⁻⁴ 0 ആണ്. ജോർദാൻസ് ലെമ്മ പഠിച്ചിട്ടുണ്ടായിരിക്കും 6th സെമ്മിൽ. അതുപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രൽ 0 ആണെന്ന് പറയാൻ പറ്റും. ദെൻ ലിമിറ്റ്, അതിന് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് തരുന്ന f(z)ൻ്റെ കണ്ടീഷൻസ് വെച്ച് നമ്മൾ പറഞ്ഞു p/q ആണെന്നൊക്കെ പറഞ്ഞു, അത് വെച്ചിട്ടാണ് അത് 0 എന്ന് പറയുന്നത്. ലിമിറ്റ് റോ ടെൻസ് ടു 0 f(z) e⁻⁴ കാണാനുള്ള ഇക്വേഷൻ -πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് f(z) e⁻⁴ അറ്റ് z ഈക്വൽ ടു എവിടെയാണോ f(z)ന് സിംഗുലാരിറ്റി ഉള്ളത് അത്. അതായത് f(z) എന്ന് പറഞ്ഞാൽ p/q ആണ്, q(z)ൻ്റെ സീറോസ് എവിടെയാണോ അവിടെയാണ് സിംഗുലാരിറ്റി കാണും. അപ്പോൾ ഞാനൊരു സെറ്റ് k എന്ന് കൊടുക്കുന്നുണ്ട്, വേർ സെറ്റ് k ഇസ് ദി സിംഗുലാരിറ്റി ഓഫ് f(z). ഇവിടെ മൈനസ് വരാൻ കാരണം ഈ 0 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്, നെഗറ്റീവ് ഡയറക്ഷനാണ്, അതുകൊണ്ടാണ് -πi എന്ന് വന്നത്. ഇനി നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ഫൈൻഡ് ഇൻ്റഗ്രൽ 0 to ∞ sin x/x dx. ഇത് π/2 ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ sin x ആണ് കൂടെ വന്നിട്ടുള്ളത്, 1/x sin x എന്ന് എഴുതാം. 1/x sin x നമ്മളൊരു f(x) × sin ax, a എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് f(x) e⁻�ix ആണ്, അല്ലെങ്കിൽ z വെച്ചിട്ട് എഴുതാം. f(z) e⁻⁷ ഇൻ്റഗ്രൽ കാണണം. അപ്പോൾ f(x)ൻ്റെ പ്രത്യേകത നമ്മൾ നോക്കണം. 1/x ആണ് f(x), p/q ഫോമിലാണ്, ഡിഗ്രി ഓഫ് p 0 ആണ്, കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ്,
ഡിഗ്രി ഓഫ് ക്യൂ 1 ആണ്. ഇപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ്. ഇനി ക്യൂ ഓഫ് സെഡിന് 0 നോക്കുക, അതായത് എക്സ് ക്യൂ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 0 ആവുന്നത് 0 ഒറിജിനിലാണ്, അതായത് റിയൽ ആക്സിസിൽ ഒരു 0 ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പാത്ത് എടുക്കാം. ഒരു 2 സെമി സർക്കിൾസും മൈനസ് റോ മുതൽ റോ വരെ 6 മുതൽ -6 മുതൽ 6 വരെ 2 ലൈൻ സെഗ്മെൻറ്റ്സും L2, ഇത് 0, ഇത് CR. ഇനി ഇൻ്റഗ്രേഷൻ കാണണം. ഇൻ്റഗ്രൽ ഓവർ ഗാമ എന്നുള്ളതിനെയാണ് നമ്മളിങ്ങനെ L1 പ്ലസ് CR പ്ലസ് L2 പ്ലസ് 0. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഗാമ നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് എക്സ് ഓർ എഫ് ഓഫ് സെഡ് ഏതെടുത്താലും കുഴപ്പമില്ല. എ എന്ന് പറയുന്നത് 1 ആണ്, IZ DZ 0 ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്യാം, 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ L1 എഫ് ഓഫ് സെഡ് എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ ഇവിടെ 1/z ആണ് അല്ലേ. അപ്പോൾ 1/z കൊടുക്കാം. 1/z e⁻IZ dz പ്ലസ് ഇൻ്റഗ്രൽ ഓവർ L2 e⁻IZ/z dz. ആദ്യം ഇത് രണ്ടും കാണാം, L1 പ്ലസ് L2. അതിന് L1 എന്ന് പറഞ്ഞാൽ റോ ടു 6 ആണ്. L1ൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു സെഡിന് 6 ആണ് കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പോൾ e⁻IR/6 dr പ്ലസ് L2 എന്ന് പറഞ്ഞാൽ -6 മുതൽ റോ വരെ -6 മുതൽ റോ വരെയാണ് ഇക്വേഷൻ. സെഡ് ഈക്വൽ ടു -6 ആണ്. അപ്പോൾ e⁻IR/-r dz എന്ന് പറഞ്ഞാൽ d ഓഫ് -r അല്ലെങ്കിൽ -dr എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ റോ ടു 6 e⁻IR/r dr. ഈ -r ടു റോനെ ഞാൻ റോ ടു 6 എന്ന് എഴുതുന്നുണ്ട്. അപ്പം ഒരു മൈനസ് ഇവിടെ വരും, റോ ടു 6. ഇവിടെ ഈ മൈനസും ക്യാൻസൽ ചെയ്തു. അപ്പോൾ e⁻−r/r dr. രണ്ടും കൂടെ ചേർത്ത് എഴുതാൻ, രണ്ടും ലിമിറ്റ് സെയിം ആണ്. റോ ടു 6 e⁻IR മൈനസ് e⁻−IR/r dr. അപ്പോൾ e⁻I⁻ മൈനസ് e⁻−I⁻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് തീറ്റ. ആ കോസിൻ്റെ ടേം ക്യാൻസൽ ചെയ്തു പോവും, സൈനിൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. 2i sin r /r റോ ടു 6 dr എന്നിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടത് ഇൻ്റഗ്രൽ ഓവർ CR. ഇനി ഇതിൻ്റെ ലിമിറ്റ് കണ്ടു നോക്കാം. ലിമിറ്റ് ഇവിടെ നമ്മൾ പറഞ്ഞു L1ലും L2ലും റോയും 6ഉം ഉണ്ട്. അപ്പോൾ 2 ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് റോ ടെൻസ് ടു 0യും ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ റോ ടു 6 2i sin r/r dr. 2i കോൺസ്റ്റൻ്റ് ആണ്. റോ ടെൻസ് ടു 0 ആകുമ്പോൾ 0 ടു r ടെൻസ് ടു ഇൻഫിനിറ്റി sin r/r dr എന്ന് കിട്ടും. ഇനി ബാക്കിയുള്ളത് കാണാം. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. ഇതിൽ ഈ പാർട്ട് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ആറല്ല, നമുക്ക് എക്സ് ആയിരുന്നു, ആറിനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ നെക്സ്റ്റ് അതിൽ ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ ഓവർ CRഉം ഇൻ്റഗ്രൽ ഓവർ 0യും ആണ്. അതിൽ ഇൻ്റഗ്രൽ ഓവർ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ CR e⁻IZ/z dz 0 ആയി പോകും ബൈ ജോർദാൻസ് ലെമ്മ. നെക്സ്റ്റ് ലിമിറ്റ് റോ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ ഓവർ 0 e⁻IZ/z dz കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് -πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് e⁻IZ/z അറ്റ് z ഈക്വൽ ടു 0 ആവുന്ന പോയിൻ്റ്, അതായത് 0യിൽ തന്നെയാണ് 0 ആവുന്നത്. അപ്പോൾ -πi ഇൻറ്റു e⁻IZ/zൻ്റെ റെസിഡ്യൂ അറ്റ് 0 എന്ന് പറഞ്ഞാൽ 1/z - 0ൻ്റെ കോഫിഷ്യൻറ്റ്. അപ്പോൾ e⁻IZൻ്റെ എക്സ്പാൻഷൻ എഴുതി z കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/zൻ്റെ കോഫിഷ്യൻറ്റ് നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, അതായത് e⁻IZ എന്ന് പറഞ്ഞാൽ 1 + IZ + IZ² / 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ല വരിക.
ഇതിന് 1/z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/z പ്ലസ് ഐ പ്ലസ് അങ്ങനെ പോകും. 1/zൻ്റെ കോഷ്യൻ്റ് 1 ആണ് വരിക, പ്ലസ് 1. അപ്പോൾ ഇത് മൈനസ് പൈ ഐ എന്ന് വരും. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ 0 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തത് 2i ഇൻ്റൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ആർ ബൈ ആർ ഡി ആർ പ്ലസ് 0 ആണ് കിട്ടിയത്, പ്ലസ് മൈനസ് പൈ ഐ അല്ലേ. ഓക്കെ, ഈക്വൽ 0. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇൻ്റഗ്രൽ 2i ഇൻ്റൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ആർ ബൈ ആർ ഈക്വൽ ടു പൈ ഐ. സോ ഇൻ്റൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ആർ ബൈ ആർ ഈക്വൽ ടു പൈ ഐ ബൈ 2i, ദാറ്റ്സ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ദി പ്രോബ്ലം. അപ്പോൾ കർവ് കൺസിഡർ ചെയ്യാം. ആ കർവിലെ ഓരോ ലിമിറ്റും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. L1, L2, 0, CR. ഏത് പ്രോബ്ലം വന്നാലും ഇങ്ങനെ തന്നെയാണ്. ഒരു 0 വന്നതുകൊണ്ടാണ് ഒരു 0 മാത്രം എടുത്തത്. ഇനി 2 എണ്ണം വന്നാൽ 0, 1ഉം റോ 2 എടുക്കും. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ ഓവർ 0 ഒന്നും കൂടെ ഒരു തവണ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. മൈനസ് പൈ ഐ ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് ഇ റേസ് ടു ഐ സെഡ് ഡിവൈഡ് ബൈ അറ്റ് സെഡ് ഈക്വൽ ടു ഏതാണോ സിംഗുലർ പോയിൻ്റ് അവിടെ റെസിഡ്യൂ ആണ്. ദെൻ ഇൻ്റഗ്രൽ ഓവർ CR വലിയ സർക്കിൾ, വലിയ റേഡിയസ് ഉള്ള ആ സെമി സർക്കിളിൻ്റെ ഇൻ്റഗ്രൽ 0 ആയിരിക്കും ബൈ ജോർദാൻസ് ലെമ്മ. Now we have a definition. Meromorphic function. Meromorphic function. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് മെറോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ ആ ഫംഗ്ഷന് പോൾസ് മാത്രമേ സിംഗുലാരിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഓൺലി പോൾസ് ആർ ദി സിംഗുലാരിറ്റീസ്. ഇഫ് ജി ഈസ് എൻ ഓപ്പൺ സെറ്റ് ആൻഡ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആൻഡ് അനാലിറ്റിക് ഇൻ ജി. എഫ് ജി എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ്. ആൻഡ് എഫ് ഈസ് സെറ്റ് ടു ബി മെറോമോർഫിക് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി സിംഗുലാരിറ്റി ആസ് പോൾസ്. ദാറ്റ് ഈസ് പോൾസ് ആർ ദി ഓൺലി സിംഗുലാരിറ്റീസ്. 3 ടൈപ്പ് സിംഗുലാരിറ്റീസ് പറഞ്ഞിരുന്നു. റിമൂവബിൾ, പോള് ആൻഡ് എസെൻഷ്യൽ. അതിലെ പോള് മാത്രമേ ഉള്ളൂ സിംഗുലാരിറ്റി എങ്കിൽ, അതായത് റിമൂവബിൾ സിംഗുലാരിറ്റിയോ എസെൻഷ്യൽ സിംഗുലാരിറ്റിയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ മെറോമോർഫിക് ഫംഗ്ഷൻ എന്ന് പറയും. ജനറൽ എക്സാമ്പിൾ ഒരു പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് വേർ പി ഈസ് അനാലിറ്റിക്, ക്യൂ ഈസ് അനാലിറ്റിക്. പിയും ക്യൂവും അനാലിറ്റിക് ആണെങ്കിൽ പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് സെഡ് ഒരു മെറോമോർഫിക് ഫംഗ്ഷൻ ആയിരിക്കും. നോൺ കോൺസ്റ്റൻറ്റ് അനാലിറ്റിക് ഫംഗ്ഷൻസ് ആയിരിക്കണം. ദെൻ പി ആൻഡ് ക്യു ആർ പോളിനോമിയൽസ് ഒക്കെ ആണെങ്കിൽ ശരിയായിരിക്കും. എഫ് ഓഫ് സെഡ് ഈസ് എ മെറോമോർഫിക് ഫംഗ്ഷൻ. നെക്സ്റ്റ് വി ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, ദാറ്റ് ഈസ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ. മെറോമോർഫിക് ഫംഗ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറാണ്. ലെറ്റ് എഫ് ബി മെറോമോർഫിക് ഇൻ ജി വിത്ത് പോൾസ് P1, P2, etc. Pm and zeros Z1, Z2, etc. Zn counted according to multiplicity. If gamma is a closed rectifiable curve in G with gamma is homologous to 0 and not passing through any of Pi's and Zj's, 0യിലൂടെയും പോളിലൂടെയും പാസ് ചെയ്യുന്നില്ല. ദെൻ 1/2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n n ഓഫ് ഗാമ സെഡ് കെ മൈനസ് സിഗ്മ ജെ ഈക്വൽ ടു 1 to m n ഓഫ് ഗാമ പി ജെ. ദറ്റ് ഈസ് ഒരു സെറ്റ് ജിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മെറോമോർഫിക് ഫംഗ്ഷനാണ് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡിൻ്റെ പോൾസാണ് P1, P2, etc. Pm. സീറോസ് ആണ് Z1, Z2, etc. Zn. ഇനി ആ ജിയിലുള്ള ഒരു ക്ലോസ്ഡ് കർവാണ് ഗാമ. ഗാമ ഡസ് നോട്ട് പാസ് ത്രൂ ദീസ് സീറോസ് ആൻഡ് പോൾസ്. ഗാമ സീറോസിലൂടെയോ പോൾസിലൂടെയോ പാസ് ചെയ്യുന്നില്ല. ഗാമ ഈസ് ഹോമോലോഗസ് ടു 0. ഇസ് n ഓഫ് ഗാമ എ ഈക്വൽ ടു 0 ഫോർ എവരി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഗാമ. അങ്ങനെയാണെങ്കിൽ 1/2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് സം ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു പോൾസ് വിത്ത് റെസ്പെക്ട് ടു സീറോസ് മൈനസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു പോൾസ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ
അപ്പോൾ നമുക്കൊരു എഫ് ഓഫ് സെഡിന് സെഡ് ഈക്വൽ ടു ഒരു എ എന്നുള്ള പോയിന്റിൽ ഒരു 0 ഓഫ് ഓർഡർ എം ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെഡിനെ നമുക്ക് സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ് എന്ന് എഴുതാം, വേർ ജി ഈസ് അനാലിറ്റിക് ആൻഡ് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഇനി നമ്മളിതിൻ്റെ എഫ് ഡാഷ് സെഡ് കാണും. എഫ് ഡാഷ് സെഡ് കണ്ടാൽ നമുക്ക് സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എം ഇൻറ്റു ജി ഡാഷ് ഓഫ് സെഡ് പ്ലസ് എം ഇൻറ്റു സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എം മൈനസ് 1 ഇൻറ്റു ജി ഓഫ് സെഡ്. ഇനി കാണേണ്ടത് എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ആണ് നമ്മുടെ ഇൻറ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ള ഇൻറ്റഗ്രൻ്റ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിനെ ത്രൂ ഔട്ട് എഫ് ഓഫ് സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് സെഡ് മൈനസ് എ ഓൾ റൈസ് ടു എം ഇൻറ്റു ജി ഓഫ് സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യത്തേൽ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോവും, ജി ഡാഷ് സെഡ് ബൈ ജി ഉണ്ടാവുക. രണ്ടാമത്തേൽ താഴെ ഒരു ടേം ഉണ്ടാവും, ദറ്റ് ഈസ് ജി ഡാഷ് സെഡ് ബൈ ജി ഓഫ് സെഡ് പ്ലസ് എം ബൈ സെഡ് മൈനസ് എ എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ, അതായത് ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓവർ ജി ഡാഷ് സെഡ് ബൈ ജി ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻറ്റഗ്രൽ എം ബൈ സെഡ് മൈനസ് എ ഡി സെഡ് എന്ന് വരും. ഈ ജി ഓഫ് സെഡ് അനാലിറ്റിക് ആണ് എന്ന് പറഞ്ഞു. അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സും അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ ജി ഡാഷ് സെഡ് ബൈ ജി ഓഫ് സെഡ് ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ്. ഇനി അതെവിടെ അനാലിറ്റിക് ആവാത്തത്? ജി ഓഫ് സെഡ് 0 ആകുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു എയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫംഗ്ഷൻ ജി ഡാഷ് ബൈ ജി അനാലിറ്റിക് ആണ്. അതായത് എ എന്ന് പറയുന്നത് നമ്മളെടുത്തത് ഒരു ജനറൽ 0 ആണ്, അതായത് A1 A2 അതായത് Z1 Z2 എക്സെട്ര Zn ആണ് നമ്മുടെ സീറോസ്. അതിലൊരു ജനറൽ പോയിൻ്റായിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എ ഉപയോഗിച്ചു. അപ്പോൾ ജി എന്ന് പറയുന്നത് ജിയുടെ 0 അല്ല, ഒരു Z1ഉം Z2ഉം ജിയുടെ 0 അല്ല, ഒരു പോയിൻറ്റും ജിയുടെ 0 അല്ല. അപ്പോൾ ജി ഡാഷ് ബൈ ജി ഓഫ് സെഡ് എല്ലായിടത്തും അനാലിറ്റിക് ആയിരിക്കും. ദോ ഗാമ ഒരു ക്ലോസ്ഡ് കർവാണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഗാമ ജി ഡാഷ് സെഡ് ബൈ ജി ഓഫ് സെഡ് എന്തായിരിക്കും? ബൈ കോഷി-കോർസാറ്റ് തിയറം ഇറ്റ് ഈസ് 0 ആയിരിക്കും. അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഓവർ എ ക്ലോസ്ഡ് കർവ്, സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 കിട്ടും. സോ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടും. ഓക്കെ, ഇനി ഇതിനെ 1/2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 1/2πi ഇൻറ്റു എമ്മിനെ വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ m/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഡി സെഡ് ബൈ m/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് എ എന്ന് എഴുതാം. ഇനി എം ഇൻറ്റു 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എൻ ഓഫ് ഗാമ എ, ഇൻഡെക്സ് നമ്പറിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ 0യിൽ നമുക്ക് ആ ഇൻ്റഗ്രൽ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഈ എം എന്ന് പറയുമ്പോൾ ആ 0ൻ്റെ ഓർഡറാണ്. ഇനി പോളിൽ എങ്ങനെ വരും? പോളാണെങ്കിൽ ഇപ്പോൾ സെഡ് ഈക്വൽ ടു എയിൽ തന്നെ ഒരു പോൾ ഓഫ് ഓർഡർ കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കെ എന്ന് ഉപയോഗിക്കും. കെ ഉണ്ടെങ്കിൽ എഫ് ഓഫ് സെഡിനെ നമുക്ക് സെഡ് മൈനസ് എ ഓൾ റൈസ് ടു മൈനസ് കെ ഇൻറ്റു സം എച്ച് ഓഫ് സെഡ് എന്നെടുക്കാം. വേറെ എച്ച് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് ആണ്, എച്ച് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. നേരത്തതുപോലെ തന്നെ എഫ് ഡാഷ് സെഡ് കാണാം. എഫ് ഡാഷ് സെഡ് കാണുമ്പോൾ സെഡ് മൈനസ് എ ഓൾ റൈസ് ടു മൈനസ് കെ ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് സെഡ് മൈനസ് കെ ഇൻറ്റു സെഡ് മൈനസ് എ മൈനസ് കെ മൈനസ് 1 എച്ച് ഓഫ് സെഡ്. എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് കാണാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പോലെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക എച്ച് ഡാഷ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ് മൈനസ് കെ ബൈ സെഡ് മൈനസ് എ ഉണ്ടാവും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ ഇത് 0 ആയി പോകും. ജിയുടെ അതേ കണ്ടീഷൻസ് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യും, 0 ആയി പോകും ബൈ കോഷി-കോർസാറ്റ് തിയറം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കെ ഇൻറ്റു നേരത്തെ പോലെ തന്നെ 1/2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ ഓഫ് ഗാമ എന്ത് വരും? എ എന്ന് വരും. ഓക്കെ, നമ്മൾ 0യും പോളും എ തന്നെയാണല്ലോ എടുത്തത്. വേണമെങ്കിൽ മാറ്റിയിട്ട് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. എന്തായാലും
ഈ ഫോമാണ് വരിക. കെ എന്ന് പറയുന്നത് പോളിൻ്റെ ഓർഡറാണ്, ഒരു നെഗറ്റീവ് സൈനും ഉണ്ടാവും. ഇനി നമുക്കിവിടെ ഉള്ളത് Z1 Z2 Z3 എക്സെട്ര Zn ആണ് സീറോസ്. അതുപോലെ P1 P2 എക്സെട്ര PM ആണ് പോൾസ്. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ സീറോസ് ആൻഡ് പോൾസ് ആർ കൗണ്ടഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില റൂട്ടുകൾ ഒരു തവണയല്ല ഉണ്ടാവുക. അപ്പോൾ Z = 2 3 4 റൂട്ടാണ് അല്ലെങ്കിൽ പോളാണ് എങ്കിൽ ചിലപ്പോൾ 2 എന്ന് പറയുന്നത് Z-2 ഹോൾ സ്ക്വയർ അങ്ങനെയൊക്കെ ആയിരിക്കും, Z-3 Z-4 ഹോൾ ക്യൂബ് അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. 2 3 4 റൂട്ട്സാണ് അല്ലെങ്കിൽ പോൾസാണ്, പക്ഷേ മൾട്ടിപ്ലിസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ മൾട്ടിപ്ലിസിറ്റി അനുസരിച്ചാണ് കൗണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് Z = Z-2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മളതിനെ 2 2 എന്നെഴുതും, 3 പിന്നെ 4 4 4 ഇങ്ങനെയാണ് Z1 Z2 Z3 ഒക്കെ എടുത്തുള്ളത്. അതായത് ഈ Z1 Z2 Z3 എന്നൊക്കെ പറയുന്നത് അതിൽ റിപ്പീറ്റഡ് റൂട്ട് തന്നെ ഉണ്ടായിരിക്കാം. അതായത് ഒരു ZIയും ഒരു ZJയും മേ ബി ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചെയ്യുമ്പോൾ നമ്മളിനി ഈ ഓരോ ZIസിനും ഓരോ PJസിനും ഈ രണ്ട് റിസൾട്ടും നമ്മൾ ജനറലായിട്ട് ചെയ്തു, സീറോൻ്റെയും പോളിൻ്റെയും. അത് റിപ്പീറ്റഡായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻ്റെയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു K വന്നിരുന്നു. അപ്പോൾ നമ്മുടെ തിയറത്തിൻ്റെ കേസിൽ K = 1 ആയിരിക്കും. അതുപോലെ സീറോയ്ക്ക് നമ്മളെടുത്തത് M ആണ്, M = 1 ആയിരിക്കും. കാരണം എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും തവണ അത് കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സോ ബൈ റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ എബോവ് ടു റിസൾട്ട്സ് 1/2πi ഇന്റഗ്രൽ ഓവർ ഗാമ f dash z by f of z dz = ഇത് വരും n ഓഫ് ഗാമ സീറോസിൻ്റെ Z1 പ്ലസ് n ഓഫ് ഗാമ Z2 പ്ലസ് എത്ര ഉണ്ടോ അത്രയും ഇൻഡെക്സ് നമ്പർ വരും. നമ്മൾ മൾട്ടിപ്ലിസിറ്റി എല്ലാത്തിൻ്റെയും 1 ആയിട്ട് എടുക്കുന്നു, n ഓഫ് ഗാമ Z. പിന്നെ പോളിൻ്റെ കൂടെ മൈനസ് വരുന്നുണ്ട്, n ഓഫ് ഗാമ P1 മൈനസ് n ഓഫ് ഗാമ P2 മൈനസ് എക്സെട്ര മൈനസ് n ഓഫ് ഗാമ PM. That's equal to sigma k = 1 to n of gamma zk minus sigma j = 1 to m n of gamma pj, where zk and pj's are zeros and poles of f of z respectively counted according to multiplicity. So ഇതാണ് ആർഗ്യുമെൻ്റ് പ്രിൻസിപ്പിൾ. ഇനി ഇതിൻ്റെ ആർഗ്യുമെൻ്റ് പ്രിൻസിപ്പിളിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് n ഓഫ് ഗാമ z = 1 ഫോർ എവറി z, സീറോ ആയാലും പോളായാലും ഇൻഡെക്സ് നമ്പർ 1 ആണെങ്കിൽ ഈ ഇൻ്റഗ്രൽ 1/2πi ഇന്റഗ്രൽ ഓവർ ഗാമ f dash z by f of z dz = sigma k = 1 to n ഒരു 1 വരും മൈനസ് സിഗ്മ k p = 1 to m ഒരു 1 വരും. അതായത് ഇവിടെ ടോട്ടൽ 1 ആഡ് ചെയ്താൽ n കിട്ടും. n എത്ര ഉണ്ടാവും, എത്ര നമ്പർ ഉണ്ടോ അത്രയും കിട്ടും. ഇവിടെ m, അതായത് ഇത് എന്തായിരിക്കും, നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും. അതായത് ഓരോ സീറോയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ 1 വരും. ഇവിടെ ഓരോ പോളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ 1 വരും. അതായത് ഇത് നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും, ഇത് നമ്പർ ഓഫ് പോൾസ്. അതായത് n ഓഫ് ഗാമ z ഇൻഡെക്സ് നമ്പർ എല്ലാ പോയിൻറ്റിനും 1 വിത്ത് റെസ്പെക്ട് ടു ഗാമ എല്ലാ പോയിൻറ്റിനും 1 ആണെങ്കിൽ 1/2πi ഇന്റഗ്രൽ ഓവർ ഗാമ f dash z by f of z dz എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സീറോസ് മൈനസ് നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. അപ്പോൾ ഈ നമ്പർ ഓഫ് സീറോസും നമ്പർ ഓഫ് പോൾസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു.